നമസ്കാരം. മന്ത്ലി കറണ്ട് അഫയേഴ്സ് 2023 ഓഗസ്റ്റ് മാസത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ് നമ്മൾ PSC ബുള്ളറ്റിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2024 വിവിധ ജില്ലകളിൽ നടക്കുന്ന LD ക്ലർക്ക് പരീക്ഷ, LGS പരീക്ഷ, ഡിഗ്രി മെയിൻസ് പരീക്ഷ, മറ്റ് PSC പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മുടെ ഏത് കോഴ്സിൽ ചേർന്ന് പഠിച്ചാലും ഈ ഒരു ബാച്ചിലേക്കായിരിക്കും നിങ്ങളെ ആഡ് ചെയ്യുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യം മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ്, പിന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി ഓരോ പരീക്ഷയ്ക്കും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഏത് സമയത്തും കേട്ട് പഠിക്കാവുന്ന രീതിയിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത PDF നോട്ട്സും റിവിഷൻ എക്സാമുമാണ് കോഴ്സിലുണ്ടാവുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കോഴ്സിൽ ചേർത്ത് പഠിച്ചാൽ യാതൊരു ടെൻഷനും ഇല്ലാതെ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് മുൻപ് പഠിച്ച് ജോലി വാങ്ങിച്ച 13,000-ലധികം കുട്ടികളുടെ ഉറപ്പാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട്. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട്. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? കോഴിക്കോട്. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിച്ച സംസ്ഥാനം കേരളം. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? കോഴിക്കോട്. ഡോക്ടർ SV വേണുഗോപാൽ നായർ സ്മാരക പ്രഥമ സാഹിത്യ പുരസ്കാര ജേതാവ് MT വാസുദേവൻ നായർ. ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ പ്രഖ്യാപിച്ച ഒരു അവാർഡാണ് 2023 ഡോക്ടർ SV വേണുഗോപാൽ നായർ സ്മാരക പ്രഥമ സാഹിത്യ പുരസ്കാര ജേതാവ് MT വാസുദേവൻ നായർ. നമുക്കിത് കേൾക്കുമ്പോൾ നിസ്സാരം തോന്നും, പക്ഷേ PSC ബുള്ളറ്റിനുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് ഒരു പക്ഷേ കയറി ചോദിക്കാം. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് കൊടുത്ത പേരാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് കൊടുത്ത പേരാണെന്ത്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേരാണെന്ത്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. അന്തരിച്ച വിളയിൽ ഫസീല ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? ഓൾറെഡി ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് ഗായികയാണ്. അന്തരിച്ച വിളയിൽ ഫസീല ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? മാപ്പിളപ്പാട്ട് ഗായിക. അന്തരിച്ച തെലുങ്ക് കവി ഗദ്ദറുടെ യഥാർത്ഥ പേരെന്താണ്? ഗുമ്മതി വിത്തൽ റാവു. ഗദ്ദർ ഗുമ്മതി വിത്തൽ റാവു. അന്തരിച്ച തെലുങ്ക് കവി ഗദ്ദറുടെ യഥാർത്ഥ പേരെന്താണ്? ഗുമ്മതി വിത്തൽ റാവു. അപ്പോൾ അന്തരിച്ച വിളയിൽ ഫസീല ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? മാപ്പിളപ്പാട്ട് ഗായിക. അന്തരിച്ച തെലുങ്ക് കവി ഗദ്ദറുടെ യഥാർത്ഥ പേരെന്താണ്? ഗുമ്മതി വിത്തൽ റാവു. ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ച അധ്യാപിക ബിയാട്രിസ്. ലണ്ടനിലെ ഓട്ടർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് അവതരിപ്പിച്ചത്. ബിയാട്രിസ്. നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ച അധ്യാപികയുടെ പേരാണ്. നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ചൊരു അധ്യാപികയുണ്ട്, ബിയാട്രിസ് എന്നാണ് അതിൻ്റെ പേര്. ബിയാട്രിസ്. ലണ്ടനിലെ ഓട്ടർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് അവതരിപ്പിച്ചത്. പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് എയോലസ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹമാണ്. പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് എയോലസ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ് ഇത്. അപ്പോൾ ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച അധ്യാപികയുടെ പേരാണെന്ത്? ബിയാട്രിസ്. ലണ്ടനിലെ ഓട്ടർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് അവതരിപ്പിച്ചത്. പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് എയോലസ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ്. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. റണ്ണറപ്പ് മലേഷ്യ. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യ, റണ്ണറപ്പ് മലേഷ്യ. ലൂണ 25 ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ്? റഷ്യ. ലൂണ 25 ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ്? റഷ്യ. അപ്പോൾ 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യ, റണ്ണറപ്പ് മലേഷ്യ. ലൂണ 25 ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര പരീക്ഷണ ദൗത്യമാണ്? റഷ്യ. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് 2023 ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ PSC ബുള്ളറ്റിൽ നിന്നും നിലവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയായത് കോഴിക്കോട്. ഡോക്ടർ SV വേണുഗോപാൽ നായർ സ്മാരക പ്രഥമ സാഹിത്യ പുരസ്കാര ജേതാവ് MT വാസുദേവൻ നായർ. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി.
അന്തരിച്ച വിളയിൽ ഫസീല ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? മാപ്പിളപ്പാട്ട് ഗായിക. അന്തരിച്ച തെലുങ്ക് കവി ഗദ്ദറുടെ യഥാർത്ഥ പേര് ഗുമ്മതി വിത്തൽ റാവു. ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ച അധ്യാപിക ബിയാട്രിസ്. ലണ്ടനിലെ ഓട്ടർമ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് അവതരിപ്പിച്ചത്. പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുന്ന ആദ്യ ഉപഗ്രഹം എയോലസ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ്. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ് റണ്ണറപ്പ് മലേഷ്യ. ലൂണ ടോഫ് ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ്? റഷ്യ. ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്